ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2-3 ആഴ്ചയായിട്ട് വയ്യായിരുന്നു ഗായ്സ്. എപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഭയങ്കരമായിട്ട് ചുമയും തലവേദനയും ബോഡി പെയിന് എല്ലാം ആയിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് സംസാരിക്കാനൊന്നും വയ്യ. സംസാരിക്കുമ്പോഴത്തേക്കും ചുമയ്ക്കും. ഇൻഫ്ലുവൻസ ടെസ്റ്റൊക്കെ എടുത്തു, പക്ഷേ അതിൽ ഒന്നും ഇല്ലെന്നൊക്കെ കാണിക്കുന്നത്. പക്ഷെ ചുമ അങ്ങോട്ട് മാറുന്നില്ല. എന്താണെന്നറിയത്തില്ല. അത് കഫൊന്നും തീരെ പോകത്തില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ഞണ്ട് കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് 1 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പകുതി മുറിക്കാം. ഞാനിപ്പോൾ ഇത് മുറിക്കുന്നില്ല. സവാള ഒരു ചെറിയ 3 സവാള. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ 2 ചെറിയ സവാളയും കൂടി എടുത്താൽ മതി. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു 5 വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളി. ഇത് വലുതായതുകൊണ്ടാണ് കേട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 8-9 അല്ലി വെളുത്തുള്ളി എടുക്കാം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, കറിവേപ്പില, ഒരു തക്കാളി, 2 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ കുറച്ചിടം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു കുക്കറിലോട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി ഒരല്പം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. കത്തിച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇവിടെ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടിന്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ടിരിക്കുന്നത്. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുക്കിംഗ് പഠിച്ച് വരുന്നവരാണെങ്കിൽ സ്പൂണിൽ തന്നെ അളവ് എടുത്തിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഒന്നുകൂടി റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കണം. എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തേങ്ങ ഇവിടെ ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ കുക്കർ ഇവിടെ വിസിലടിക്കാറായിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി കേട്ടോ. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുക്കർ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കി വെക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ടീസ്പൂണാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി പാത്രം നല്ല ചൂടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്, കാരണം പാന് നല്ല ചൂടാണ്.
വറുത്ത തേങ്ങ ഞാൻ ആ പാനിൽ നിന്ന് മാറ്റിയൊരു പ്ലേറ്റിലോട്ട് ഇട്ട് നിരത്തി വെക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് നല്ല എണ്ണ തെളിഞ്ഞ് വരത്തക്ക രീതിയിൽ ഒന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇളക്കാനും നല്ല സുഖമായിരിക്കും, എളുപ്പമായിരിക്കും. കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. മുഴുവൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടെ ഇട്ടിട്ടൊന്ന് വറവിടും. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വാട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരു വിസിലടിച്ച് വേവിച്ചതായിരുന്നു. എന്നാലിത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇത് വേവിച്ച സമയത്ത് ഉപ്പിട്ടത് കൊണ്ട് ഇപ്പം ഞാൻ ഉപ്പിടുന്നില്ല. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഞണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം ഞണ്ട് വെന്ത് വരണമല്ലോ, അതിനാണ് 10 മിനിറ്റ് വേവിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ചെറിയ ജാറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു മീഡിയം സൈസ് ജാറുണ്ടാകും, അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞണ്ടിൻ്റെ ഈ കാല് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിട്ട സമയത്ത് ഒരു നീല കളർ പോലെയായിരുന്നു. ഇപ്പോൾ അത് കളറ് മാറിയ ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് വെന്തു എന്നാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ തേങ്ങ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കാരണം ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറച്ചൊന്ന് തിക്കാവണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ.
നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് ഞാൻ വറ്റിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വെള്ളം തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു റോസ്റ്റ് പോലെയൊക്കെ ആവും, ഒരു സെമി ഗ്രേവി റോസ്റ്റ് പോലെ ആവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.